ഇന്ന് നമുക്ക് കിഡിലൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇഡ്ഡലി മാവും ദോശ മാവും ഉണ്ടെങ്കിൽ ഇങ്ങനെ സൂപ്പർ ഒരു ഐറ്റം ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ അടിയിലത്തെ തട്ട കൊണ്ട് കമത്തിയിടാം. പിന്നീട് ഒരു തട്ടം അങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എല്ലായിടത്തും എണ്ണ അങ്ങോട്ട് പുരട്ടിയതിന് ശേഷം ദണ്ട് ഇങ്ങനെ മാവ് ഒഴിച്ച് അങ്ങോട്ട് വെക്കാം. മുക്കാൽ ഭാഗം മാവ് ഒഴിച്ചാൽ മതിയാവും. വെന്ത് കഴിയുമ്പോഴത്തേക്ക് പൊങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുള്ള് കിട്ടും. അപ്പോൾ വെന്തോന്ന് അറിയുന്നതിന് വേണ്ടി ദണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ സംഗതി വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ അതെടുത്തിട്ട് ഇഷ്ടമുള്ള രീതിയിൽ തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡയമണ്ട് രീതിയിലോ ചതുരമോ എന്താ വേണമെങ്കിലും ഞാനിവിടെ ചതുരത്തിൻ്റെയാണ് ചെയ്തത്, വട്ടമൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ്. കൊങ്കിണിയിൽ ഇതിന് സന്തേണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ ചേനയുടെ അച്ചാറാണ്. പക്ഷേ ഞാൻ ചേന അച്ചാറല്ല ചെയ്തിരിക്കുന്നത്, ഇവിടെ ഉള്ളിയാണ് ചെയ്യുന്നത്. ഉള്ളിയും വറ്റൽമുളകും നല്ലപോലെ വറുക്കുക. എന്നിട്ട് വറ്റൽമുളക് നല്ലപോലെ ഫൈനായിട്ട് അരച്ചതിന് ശേഷം നമുക്ക് ഉള്ളി ചതച്ചെടുക്കും. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് ഉഴുന്നരിപ്പും കറിവേപ്പിലും കൂടെ കടുക് വറുക്കും.